ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ജിയോഗ്രഫിയിലെ എന്താണ് പറയുക, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വെയിറ്റേജ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഫണ്ടമെൻ്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി പാർട്ട് 1 പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ ജോഗ്രഫി നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു 2 മാർക്കാണ് ഇവിടെ വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ ഒരു 7 മാർക്കോളം വെയിറ്റേജ്, അത്യാവശ്യം നല്ലൊരു വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തേർഡ് ചാപ്റ്റർ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്. ഒരു 4 മാർക്കോളമാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ, പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് 7 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. സോ അതും എഗെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ചാപ്റ്ററിനകത്ത് നിന്ന് 4 മാർക്കോളമാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ടെർഷറി ആൻഡ് ക്വാട്ടേണറി എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പറയുന്നുണ്ട്. 2 മാർക്കോളാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ഏഴാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. 5 മാർക്കൊക്കെയാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ഇനി എട്ടാമത്തെ ചാപ്റ്റർ ഇൻ്റർനാഷണൽ ട്രെയിനിനകത്ത് 3 മാർക്കോളമാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ്, അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സും ഉണ്ട്, കുറച്ച് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി എന്ന് പറയുന്ന രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്നത് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കമ്പോസിഷൻ. അപ്പോൾ അതിനകത്തൊരു 4 മാർക്കോളമാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻ സെറ്റിൽമെൻറ്റിനകത്ത് 4 മാർക്ക് പറയുന്നുണ്ട്. ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചറിലും 4 മാർക്ക് തന്നെ വന്നിട്ടുണ്ട്. മീൻസ് ഷോർട്ടസ്റ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ. ഇനി വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കോളാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ, മിനറൽ ആൻഡ് എനർജി റിസോഴ്സസിനകത്ത് നിന്ന് 4 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെന്താണ്, പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 2 മാർക്ക് വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡും 2 മാർക്കാണ്. ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ സെലക്റ്റഡ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസും 2 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, നിങ്ങൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ നോക്കുമ്പോൾ 7 മാർക്കൊക്കെ വെയിറ്റേജ് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം നോക്കിയിട്ട് പോവുക. അതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ളതും മീൻസ് കഴിവതും ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് കവർ ചെയ്ത് പഠിച്ചിട്ട് പോവുക കേട്ടോ.